ഹലോ നമസ്കാരം, ഞാൻ ക്രിസ്റ്റഫർ മുക്കാട്. ഒരു പ്രത്യേക കാഴ്ച നിങ്ങളുടെ കാണിക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ അറബിക്കടലിൽ നിന്നും അഷ്ടമുടി കായലിലേക്ക് ഒരു ഭീമൻ പുലിസ്രാവ് വന്നിരിക്കുകയാണ്. ഏകദേശം ഒരു ടണ്ണോളം, അതായത് 1000 കിലോ മേളുണ്ട്. അപ്പോൾ ഇത് മനുഷ്യന് ഉപകാരപ്രദമായ ഒരു സാധനമാണ്. മത്സ്യത്തൊഴിലാളികൾ സാധാരണ പിടിക്കാറില്ല, അതിനെ രക്ഷിച്ചു വിടാറുള്ളത്. എന്തോ അടിപ്പെട്ട് ഇവിടെ വന്ന് കിടക്കുകയാണ്. നേരിട്ട് വന്നാൽ കാണാവുന്നതാണ്. പിന്നെ ആൾക്കാരൊക്കെ അറിഞ്ഞ് കാണാനായിട്ട് വരികയാണ്. നമ്മുടെ അഷ്ടമുടി കായലില് പുലിസ്രാവ് കയറിയിരിക്കുകയാണ്. അതായത് അറബിക്കടലിന്റെ ഏകദേശം 1 കിലോമീറ്ററിന്റെ അടുത്താണ് ഈ സംഭവം നടക്കുന്നത്. അതുകൊണ്ട് ഇത്രയും വലുതാണ്, വലിയ സാധനങ്ങളാണ്. പരിസരവാസികളും മറ്റ് ആൾക്കാരും ഒക്കെ കാണാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. വലിയൊരു ഭീമമായ സാധനമാണ്. ഒരു 3-4 മണിക്കൂറായി ഇപ്പം. അപ്പൊ ഇതിന്റെ വിശേഷം നമുക്ക് നേരിട്ട് കണ്ട് രണ്ട് ദൃക്സാക്ഷികളുണ്ട്. അപ്പൊ അവരോട് നമുക്ക് ഈ വിശേഷങ്ങൾ ഒക്കെ ഒന്ന് ചോദിച്ചറിയാം. അപ്പൊ ഇത് എത്ര മണിക്കാണ് ഇത് വന്നത്? ഏകദേശം ഒരു 6:30 മണിയാവും. 6:30 മണിയാവും അല്ലയോ? അപ്പൊ അത് അല്ല, ഇതിനെക്കുറിച്ച് പറയാൻ ആധികാരികമായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാവുന്ന കാര്യം ഞാൻ പറയാം. അതായത് ഇതിന്റെ പേരെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ പറയാം, വേൽ ഷാർക്ക് എന്നാണ് ഇതിന്റെ പേര്. അതായത് തിമിംഗല സ്രാവ്. ഇതിന് ഓൾറെഡി പല്ലുകളില്ല. ഇത് ആരെയും ഉപദ്രവിക്കുന്നതൊന്നുമല്ല. ഇനിയെങ്കിലും മത്സ്യത്തൊഴിലാളികളായാലും ആരായാലും ഇതിനെ ജീവനോടെ കണ്ടു കഴിഞ്ഞാൽ ഇതിനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുക. അല്ലാതെ അതിന് മുരാതിരിക്കരുത്. ഇതിന് പാരിതോഷികം വരുന്നുണ്ട് ഇതിനെ രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ. ഇത് സാധാരണ മത്സ്യത്തൊഴിലാളികൾ പിടിക്കാറുള്ളതല്ല, പിടിക്കാൻ അനുവദനീയവുമല്ല. പിന്നെ അത് ഈ അറബിക്കടലും അഷ്ടമുടി കായലും കൂടി ഒരുമിച്ച് കിടക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ എങ്ങനെയോ അത് തിരിഞ്ഞ് ഇവിടെ വന്ന് കയറിയത്. പിന്നെ അതിൻ്റെ ആഴക്കുറവും മറ്റ് സാങ്കേതിക പ്രശ്നങ്ങളുമായിട്ട് അയാൾ ഇവിടെ അടിപ്പെട്ടു പോയി. അങ്ങനെയാണ് ഇവിടെ വന്നത്. ഇപ്പോഴും ആ കടവിൽ തന്നെ ഉണ്ട്. മറ്റ് പ്രൊസീജിയറുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇനി എന്തോ ചെയ്യൂ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഇത് ഇവിടുന്ന് കൊണ്ടുപോകുന്ന കാര്യത്തിൽ എന്തോന്നറിയാം, അത് ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാരൊക്കെ വന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് പീസാക്കി സംസ്കരിക്കുന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത് ഒഴുകി പോകാതിരിക്കാൻ വേണ്ടി കെട്ടിയിട്ടേക്കുക. ഇനി അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ കഴിഞ്ഞ് സർക്കാരിൻ്റെ ഒക്കെ ഉണ്ട്, അതൊക്കെ കഴിഞ്ഞ് അതിൻ്റെ പീസാക്കി എന്തോ ചെയ്യുമെന്നൊന്നും അറിഞ്ഞുകൂടാ. ഇപ്പോൾ നിലവിൽ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് നേരിട്ട് കാണണമെങ്കിൽ നിങ്ങൾക്ക് NH നിന്നും ബൈപ്പാസിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നേരെ സ്റ്റേറ്റ് മുക്കാട് പള്ളിക്ക് സമീപമാണ്. നേരിട്ട് വന്നാൽ കാണാവുന്നതാണ്.